പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടരുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഹൗ ക്യാൻ ഇമോഷൻസ് ബി ബ്രോട്ട് ഇൻ യുവർ സ്പീച്ച്? 20-ാം പേജാണ്. ദ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൂവ്മെൻറ്റ്സ് വി മേക്ക് ആൻഡ് ദ ബോഡി പോസ്ചേഴ്സ് വി ടേക്ക് express the attitudes and feelings. These constitute our body language. Read the sentences below with appropriate voice modulation. The adverbs given in brackets before each sentences will give you a clue about how to read the sentences. നമ്മൾ കുറച്ച് കാതരയായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് പറയുമ്പം പ്ലീസ് ഡോണ്ട് ആസ്ക് മീ, ഐ നെവർ നോ ദ റൈറ്റ് ആൻസർ, അങ്ങനെയാണ്. ദേഷ്യത്തിലാണ്, ആംഗ്രിലി നമ്മളിങ്ങനെ പറയും പുട്ട് ദാറ്റ് അവേ, ഐ വിൽ നോട്ട് ടെൽ യു അഗൈൻ. സാഡ്ലി we will miss you when you're gone. Stubbornly, why should I clean my room? Nobody in my class ever cleans their rooms. Guiltily, it definitely was not me. I was nowhere near the goalpost when the ball went in. ആദ്യത്തെ പറയുന്ന അയ്യോ എന്നോട് ചോദിക്കരുത്, എനിക്ക് ശരിയായ ഉത്തരം അറിയില്ല. മറ്റേതെന്താണ്? പുട്ട് ദാറ്റ് അവേ, ഐ വിൽ നോട്ട് ടെൽ യു അഗൈൻ. മാറ്റുക, ഞാൻ എന്ത് ചെയ്യില്ല, വീണ്ടും അത് പറയില്ല. നീ പോയാൽ നിന്നെ എനിക്ക് മിസ് ചെയ്യും എന്നാണ് ദുഃഖത്തോടെ പറയുന്നത്. സ്റ്റബേണായിട്ട് പറയുന്നത് ഞാനെന്തിനാണ് എൻ്റെ റൂം ക്ലീൻ ചെയ്യേണ്ടത്? എൻ്റെ ക്ലാസ്സിൽ ആരും ഇതുവരെ അവരുടെ റൂംസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് സ്റ്റബേണായിട്ട് പറയണം. അത് തീർച്ചയായും ഞാനായിരുന്നില്ല. ബോൾ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഗോൾ പോസ്റ്റിനടുത്തായിരുന്നില്ല എന്ന് കുറ്റബോധത്തോടെ പറയുന്നതാണ് ആ കാര്യം. അടുത്ത ലെറ്റസ് ഡിബേറ്റ് എന്ന ടോപ്പിക്കാണ്. അവിടെ ബോഡി ലാംഗ്വേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ചർച്ച നടക്കും. എ ഡിബേറ്റ് ഇസ് എ ഡിസ്കഷൻ ഇൻ which speakers form two groups and argue in a favor of or against a topic. The topic is called emotion, and the speakers from each group not only give reasons to support their arguments but also counter the arguments made by the members from the opposite group. ഇവിടെ ഡിബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേയും കുറിച്ചുള്ള സംവാദമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വെക്കുന്നു, അതിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ആ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും, ഇൻ ഫേവർ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന് എതിരായിട്ട് പറയുന്ന ഗ്രൂപ്പും. ആ ടോപ്പിക്കിനെ വിളിക്കുന്നതാണ് മോഷൻ എന്ന് പറയും. അപ്പോൾ ഓരോ ഗ്രൂപ്പിലുള്ള ആളുകളും സപ്പോർട്ട് ചെയ്യുന്നവരെ ഒപ്പോസ് ചെയ്യുന്നവരെ എതിർക്കുന്നു, ഒപ്പോസ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ എതിർക്കുന്നു. ഇവരെ കൺട്രോൾ ചെയ്യാൻ ഒരു മോഡറേറ്ററും ഉണ്ടാവും. ഇമ്പോർട്ടൻറ്റ് റൂൾസ്, അതിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ദ ടീം സപ്പോർട്ടിങ് ദ മോഷൻ മസ്റ്റ് നോട്ട് ചേഞ്ച് ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഒരിക്കലും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാറില്ല. ഇപ്പം പുകവലി പബ്ലിക് പ്ലേസിൽ പുകവലിക്കുന്നത് നല്ലതാണോ? അപ്പം നല്ലതല്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, നല്ലതാണ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അല്ലെ അതിനെ ബാൻ ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അതിനെ ഒഴിവാക്കണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഒഴിവാക്കണ്ട എന്ന് പറയുമ്പോൾ അവർ ആ ഡിബേറ്റ് കഴിയുന്നത് വരെ ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ദ സെയിം ഗേൾസ് ഫോർ ദ opposition who must oppose the motion completely whatever be their private opinions. അപ്പോൾ എതിർക്കുന്നവരായാലും, ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരായാലും ഒപ്പോസ് ചെയ്യുന്നവരായാലും അതിനെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഒപ്പോസ് ചെയ്യുന്നവർ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആ ഡിബേറ്റിന് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് ചിലപ്പോൾ വേറെ ആയിരിക്കാം. എന്നാലും അവർ ഒപ്പോസ് ചെയ്യേണ്ട ഗ്രൂപ്പിലാണെങ്കിൽ അവർ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും, സപ്പോർട്ട് ചെയ്യേണ്ട ഗ്രൂപ്പിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കും. If a speaker make a statement, he or she must be able to provide evidence or reasons to support it. If a speaker makes a statement, he or she must be able to
പ്രൊവൈഡ് എവിഡൻസ് ഓർ റീസൺസ് ടു സപ്പോർട്ട് ഇറ്റ്. അപ്പോൾ അതിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനോ അതിപ്പോൾ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അത് തെളിയിക്കാനുള്ള കാരണങ്ങൾ അദ്ദേഹം നിരത്തിയിരിക്കണം എന്ന് പറയണം. ദ ഫാക്ട്സ് പ്രസൻറ്റഡ് ഇൻ ഡിബേറ്റ്സ് മസ്റ്റ് ബി ആക്യുറേറ്റ്. അപ്പോൾ അവിടെ ഒരു ഡിബേറ്റിൽ ഒരു ഫാക്റ്റ്, ഒരു സത്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന്, അത് കൃത്യതയുള്ളതായിരിക്കും. മസ്റ്റ് ബി ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത ഉള്ളതായിരിക്കണം എന്ന് പറയാം. ഇനി നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെ ചർച്ച അല്ലെങ്കിൽ സംവാദം നടത്തണം എന്നുള്ളതാണ്. ദ ഫസ്റ്റ് റീസൺ ഫോർ സപ്പോർട്ടിങ് ദിസ് മോഷൻ ഈസ് ദാറ്റ് ടുഡേയ്സ് യൂത്ത് ആർ ടുമോറോസ് ലീഡേഴ്സ്. സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ടായ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ അതിൽ പറയുന്നത് ദ ഫസ്റ്റ് റീസൺ ഫോർ സപ്പോർട്ടിങ് ദിസ് മോഷൻ ഈസ് ദാറ്റ് ടുഡേയ്സ് യൂത്ത്സ് ആർ ടുമോറോസ് ലീഡേഴ്സ്. അതിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം, സ്കൂളിൽ നിന്ന് പുറത്ത് പോകപ്പെട്ട കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയാണ് ദ ഫസ്റ്റ് റീസൺ ഫോർ സപ്പോർട്ടിങ് ദിസ് മോഷൻ ഈസ് ദാറ്റ് ടുഡേയ്സ് യൂത്ത്സ് ആർ ടുമോറോസ് ലീഡേഴ്സ്. അത് ഞാൻ പറയാൻ പ്രധാനപ്പെട്ടൊരു കാരണം, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, ഈ ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളത്തെ നേതാക്കന്മാർ. അപ്പോൾ രണ്ടാമത് അത് ഫസ്റ്റ് പറഞ്ഞു. സെക്കൻഡ്ലി ദേ ആർ. അപ്പോൾ സെക്കൻഡ്ലി എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം നമുക്ക് പറയാം. ഒന്നുകിൽ നമുക്കിങ്ങനെ പറയാം, ആക്ച്വലി ദ യൂത്ത്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ നേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന ശിലകളാണ്. അത് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് ചെറുപ്പക്കാർ എന്ന് പറയും. അങ്ങനെ ഒരു പോയിൻ്റ്. തേർഡ്ലി, മൂന്നാമത് വേറൊരു പോയിൻ്റ് നമുക്ക് എന്തെങ്കിലും പറയാം. ചെറുപ്പക്കാരെ കുറിച്ച് ദേ ആർ റിയലി ദ ഗൈഡ്സ് ഓഫ് നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയുടെ വഴികാട്ടികളാണ് അവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം മൂന്നാമതായിട്ട്. അപ്പോൾ നമ്മൾ സമ്മപ്പ് ചെയ്യാൻ വേണ്ടി ഇൻ ഷോർട്ട്, ചുരുക്കി പറയുമ്പം അങ്ങനെയൊക്കെ ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കും. ഇത്തരത്തിലുള്ളതൊക്കെ നമ്മൾ ഡിബേറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡുകളാണ്. അതുപോലെ നമ്മളൊരു പറഞ്ഞ കാര്യം വീണ്ടും പറയണമെങ്കിൽ റിപ്പീറ്റ്, അല്ലെങ്കിൽ ദർഫോർ ഐ റിപ്പീറ്റ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഓപ്പോസിറ്റ് ടീമാണ് പറയുന്നതെന്ന് വെച്ചാൽ ഐ ഒപ്പോസ് ദ മോഷൻ ദാറ്റ്, ഞാനതിനെ എതിർക്കുന്നു. എതിർക്കുന്നതിനുള്ളൊരു കാരണം പറയാം. എന്താ പറയുന്നത്? മൈ ഫസ്റ്റ് റീസൺ ഫോർ അപ്പോസിങ് ദിസ് മോഷൻ ഈസ് ദാറ്റ് നോട്ട് ഓൺലി യൂത്ത്സ് നീഡ് ദ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ one sees in schools today. Some are better as roadsides, mechanics, vulcanizers, house helps, etc. അതായത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം തന്നെ എല്ലാവർക്കും വേണമെന്നില്ല. കാരണം ഒരുപാട് മെക്കാനിക്സ്, അതുപോലെ വൾക്കനൈസേഴ്സ്, ഹൗസ് ഹെൽപ്സ് ഒക്കെ ചെയ്യുന്നവർ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടല്ല എന്ന് അതിനെ എതിർക്കുന്നവർ പറയണം. സെക്കൻഡ്ലി, somehow lost ഇൻട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ സ്കൂളിംഗ്. അതുപോലെ പലർക്കും വിദ്യാഭ്യാസത്തിൽ താല്പര്യമോ ആത്മവിശ്വാസമോ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. തേർഡ്ലി, ഇങ്ങനെ ഓരോന്നായിട്ട് ഫസ്റ്റ്ലി സെക്കൻഡ്ലി. അപ്പം ഇൻ സമപ്പ്, അപ്പോൾ ചുരുക്കി പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, ഇതൊക്കെ ചില ഒരു ലിങ്കിങ് ആണ്, ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിക്കുക ഡിബേറ്റ്സിൽ. ഓക്കെ, ഇവിടെ ഒരു ക്ലാസ് ഡിബേറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സാമ്പിൾ, അതൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ ഡിബേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സ് ഇവിടെ കൊടുക്കുകയാണ്. മൊബൈൽ ഫോൺസ് ആൻഡ് സോഷ്യൽ മീഡിയ പ്രിവെൻറ്റ് പീപ്പിൾ ഫ്രം കോൺസെൻട്രേറ്റിംഗ് ഫുള്ളി ഓൺ വർക്ക് ആൻഡ് സ്റ്റഡി. അതുപോലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളും മൊബൈൽ ഫോൺസും പഠനത്തിലും അതുപോലെ നന്നായിട്ട് അവരുടെ ജോലിയും ആളുകളെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. അതൊരു ടോപ്പിക്ക്. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു സിംഗിൾ സെക്സ് സ്കൂൾ ദാൻ എ മിക്സഡ് സ്കൂൾ. ഏതാണ് നല്ലത് എന്നുള്ളതാണ്. അതായത് ഗേൾസിൻ്റെ മാത്രം വിദ്യാലയം അല്ലെങ്കിൽ ബോയ്സിൻ്റെ മാത്രം വിദ്യാലയം ആണോ എന്നുള്ള അതിനെക്കുറിച്ചൊരു ചർച്ച, സംവാദം. പീപ്പിൾ ഷുഡ് യൂസ് പ്രൈവറ്റ് വെഹിക്കിൾസ് ലെസ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് മോർ. അപ്പം ജനങ്ങൾ കുറച്ച് പ്രൈവറ്റ് വെഹിക്കിൾസ് ഉപയോഗിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കുക, അതിനെക്കുറിച്ച് അറിയണം.
വാർ ഈസ് നെവർ ദ റൈറ്റ് ആൻസർ ഫോർ ഇൻ്റർനാഷണൽ പ്രോബ്ലംസ്. അന്തർദേശീയ പ്രശ്നങ്ങൾക്ക് യുദ്ധം ഒരു പരിഹാരമല്ല എന്നുള്ള മറ്റൊരു ടോപ്പിക്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഐ തിങ്ക് എന്നിട്ട് നമ്മൾ 4ാമത്തെ ടോപ്പിക് എടുക്കുക. വാർ ഈസ് നെവർ ദ റൈറ്റ് ആൻസർ ഫോർ ഇൻ്റർനാഷണൽ പ്രോബ്ലംസ്. യുദ്ധം ഒരിക്കലും എന്തല്ല അന്തർദേശീയ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമല്ല. എന്നിട്ട് നമ്മൾ ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. ഈ സാധനം തന്നെ നമുക്ക് ഐ ഡോണ്ട് തിങ്കിൽ പറയാം. ഐ ഡോണ്ട് തിങ്ക് വാർ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ഇൻ്റർനാഷണൽ പ്രോബ്ലംസ്. ആദ്യത്തേൽ വാർ ഈസ് നെവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഐ ഡോണ്ട് തിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് കുഡ് ബി ആർഗ്യൂഡ് ദാറ്റ് സം പീപ്പിൾ ആർഗ്യൂ ദാറ്റ് ബാക്കിംഗ് ദം അപ്പ് എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നാണ്. സം പീപ്പിൾ ആർഗ്യൂ ദാറ്റ്, ചിലർ വാദിക്കുന്നത്. ഇറ്റ് കുഡ് ബി ആർഗ്യൂഡ് ദാറ്റ്, ഇതിനെക്കുറിച്ച് വാദിക്കുമ്പോൾ ദ മെയിൻ റീസൺ ഫോർ ദിസ്, ഇതിൻ്റെ പ്രധാന കാരണം. എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദിസ്, ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ദ എവിഡൻസ് ഷോസ്, തെളിവുകൾ കാണിക്കുന്നത്. ദ അഡ്വാൻറ്റേജ് ഓഫ് ദസ്, അതിൻ്റെ നേട്ടങ്ങൾ. ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ വളരെ നല്ല ഫ്രേസുകളാണ്, എക്സ്പ്രഷൻസാണ്. അതുപോലെ ഗിവിങ് എ പ്രസൻറ്റേഷൻ. വി ഹാവ് സീൻ ദ സ്കിൽസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് സ്പീച്ചസ് ആൻഡ് ഡിബേറ്റ്സ്. അനദർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ആൻ ഓഡിയൻസ് ഈസ് ബൈ ഗിവിങ് എ പ്രസൻറ്റേഷൻ. മറ്റൊന്ന് ഒരു പ്രസൻറ്റേഷനാണ്, അവതരണം. ഹൗ എ സ്പീച്ച് ഡിഫേഴ്സ് ഫ്രം പ്രസൻറ്റേഷൻ. സ്പീച്ചും പ്രസൻറ്റേഷനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. എ സ്പീച്ച് ഇസ് എ ടൈപ്പ് ഓഫ് ഓറൽ റെസിറ്റേഷൻ വെദർ ഫ്രം മെമ്മറി ഓർ നോട്ട്സ്. സ്പീച്ച് പലപ്പോഴും നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്, ഒരു ഓറൽ റെസിറ്റേഷനാണ് അത് സ്പീച്ച്. പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും ഒരു നോട്ട്സ് നമ്മൾ കയ്യിൽ വെക്കാം. Presentation, on the other hand, is usually referred to as a more interactive experience. Presentation ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാക്ഷനാണ്, അന്യോന്യമുള്ള ഒരു കണക്ഷൻ അതിൽ വരുന്നുണ്ട്. Presentations are about giving the information in a way that appeals to the audience rather than necessarily transferring the information. ഇപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിനെ ആകർഷിക്കാനും ഓഡിയൻസിനെ അവിടുന്ന് ചോദ്യം ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സംഭവം വരുന്നുണ്ട് അതിൽ. പക്ഷേ സ്പീച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യൽ മാത്രമാണ്. ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പ്രസൻറ്റേഷനിൽ അങ്ങനെയല്ല, നമുക്ക് ചോദ്യമൊക്കെ ചോദിക്കാം. സ്പീച്ചസ് ആർ മോർ ഫോമൽ ദാൻ പ്രസൻറ്റേഷൻസ്. പ്രസൻറ്റേഷനെക്കാട്ടും സ്പീച്ചസ് കുറച്ച് ഒഫീഷ്യലാണ്. പ്രസൻറ്റേഷൻസ് ടെൻഡ് ടു ബി അബൌട്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ പ്രസൻറ്റേഷനിൽ എപ്പോഴും ഈ ഫാക്ട്സും ഫിഗേഴ്സും കണക്കുകളും അതുപോലെ യാഥാർത്ഥ്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയും. സ്പീച്ചസ് ആർ ഗിവൻ ടു ലാർജർ ക്രൗഡ്സ് ആൻഡ് ദെർഫോർ മസ്റ്റ് അപ്പീൽ ടു ദ ഇമോഷൻസ്. പക്ഷേ സ്പീച്ചസിൻ്റെ ഒരു സ്ഥിതി നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കാണാം, ഇങ്ങനെ വളരെ ത്രിൽഡായിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ വിളിച്ച് പറയും. അപ്പോൾ വിളിച്ച് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെ വിളിച്ച് പറയാം. ആ ഒരു വിളിച്ച് പറയൽ നമുക്ക് എന്തെങ്കിലും പറ്റില്ല, പ്രസൻറ്റേഷനിൽ പറ്റില്ല. കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്രസൻറ്റേഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം. അതൊരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മളത് വ്യക്തമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ, ഒരു അവതരണമാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ. അവതരിപ്പിക്കുമ്പോൾ ആ അവതരണം എന്തായിരിക്കണം, കുറച്ച് പൊട്ടത്തരൊന്നും വിളിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ സ്പീച്ചിൽ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. എന്ന് വെച്ചാൽ കാണികളെ രസിപ്പിക്കാനും കാണികളെ സന്തോഷിപ്പിക്കാനും കാണികളെ അട്രാക്റ്റ് ചെയ്യിക്കാനും ഒക്കെ. Speeches are given to larger crowds and therefore must appeal to the emotions. Presentations are generally given to smaller groups and therefore contains more details. അപ്പോൾ പ്രസൻറ്റേഷനിൽ പലപ്പോഴും ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മോർ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രഭാഷണത്തിൽ 1948 സ്പീച്ചാണ് കേട്ടോ. 1948 ചൈനയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ വലിയ കാര്യത്തിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുന്ന നമുക്ക് കേൾക്കാം. അപ്പോൾ എന്താണ് എന്നൊരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ലേ, പറയുന്നയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ആ രീതിയിലുള്ള ഇടപാട് എന്തിൽ പറ്റില്ല, പ്രസൻറ്റേഷനിൽ പറ്റില്ല. എ പ്രസൻറ്റേഷൻ ഈസ് പ്രൈമർലി അബൌട്ട് ഇൻഫർമേഷൻ, അബൌട്ട് കൺവേയിങ് ഓർ എക്സ്പ്ലെയിനിങ് ഇൻഫർമേഷൻ സോ ദാറ്റ് ദ ഓഡിയൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ ആൻഡ് യൂസ് ഇറ്റ്. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു വിവരമാണ്. ആ ഇൻഫർമേഷൻ അത് കൺവേ ചെയ്യുക, അത് നൽകുക, അല്ലെങ്കിൽ ആ ഈ ഇൻഫർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയൻസിന് മനസ്സിലാക്കാൻ കഴിയും,
ഓർമ്മിക്കാൻ കഴിയും, ഉപയോഗിക്കാൻ കഴിയും. വെൻ യു ഗിവ് എ പ്രസൻറ്റേഷൻ, ഹൗ യു ഡെലിവർ ദ ഇൻഫർമേഷൻ ഈസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് വാട്ട് യു സേ. ഒരു പ്രസൻറ്റേഷൻ നമ്മൾ നടത്തുമ്പം എങ്ങനെ നിങ്ങൾ ഇൻഫർമേഷൻ നൽകുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നത്. രണ്ടും പ്രാധാന്യമുള്ളതാണ്. എങ്ങനെ കൊടുക്കുന്നു, അത് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്, അതെങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരേ ക്ലാസ് തന്നെ ഇപ്പോൾ ഒരേ ടോപ്പിക്ക് ഒരു വ്യത്യസ്ത അധ്യാപകന്മാരെടുക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത രീതിയിലാണ് എടുക്കുക. ഒരു അധ്യാപകൻ എടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറൊരു അധ്യാപകൻ സെയിം ടോപ്പിക്ക് എടുക്കുമ്പോൾ അത് വളരെ മനോഹരമായിട്ട് ചിലപ്പോൾ എടുത്തുനിന്ന് വരാം. അതാണ് ഇവിടെ പറയുന്നത്, ഹൗ യു ഡെലിവർ ദ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നത് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് എന്ത് ഡെലിവറി ചെയ്യുന്നു. ഓക്കെ, നോവിങ് യുവർ സബ്ജക്റ്റ് വെൽ ആൻഡ് നോവിങ് യുവർ ഓഡിയൻസ് ആർ ബോത്ത് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രസൻറ്റേഷനിലായാലും സ്പീച്ചിലായാലും നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഡീപ്പറായിട്ടുള്ള നോളജ് ഉണ്ടാവണം. തറോ നോളജ് അബൌട്ട് ദ സബ്ജക്റ്റ്. എന്താണ് ഡീപ്പ് നോളജ്. യാതൊരു വിവരവും ഇല്ലാണ്ട്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാണ്ട് പോയി പ്രസംഗിക്കാൻ പോകരുത്. അതുപോലെ അതിനെ പ്രസൻറ്റ് ചെയ്യാനും പോകരുതെന്ന് പറയണം. അപ്പം സബ്ജക്റ്റ് നന്നായിട്ട് അറിയണം, നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. അതൊരു ഒരു PhD ഒക്കെ കഴിഞ്ഞ ഒരു പ്രൊഫസർ പോയിട്ട് ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജ്ഞാനം പോയിട്ട് എന്ത് ചെയ്യാനുള്ള പ്രസൻറ്റ് ചെയ്യലല്ല. ആ ആദിവാസികളുടെ ഇടയിൽ എങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, പ്രസൻറ്റ് ചെയ്യേണ്ടത്. അത് പ്രഭാഷണം ആയിക്കോട്ടെ, പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ. ഈ ഓഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.